പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയ അമേരിക്ക-ഇറാൻ സംഘർഷം ഇപ്പോൾ നിർണായക വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ദിവസങ്ങളായി പരസ്പരം മിസൈൽ ആക്രമണങ്ങളും തിരിച്ചടികളും നടത്തിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചാമേശയിലേക്ക് എത്താൻ തയ്യാറായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ഈ ചർച്ച പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ച നടത്താൻ ധാരണയിലെത്തിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന കൂടിക്കാഴ്ചയാണ് പിന്നീട് ദോഹയിലേക്ക് മാറ്റിയത്. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ചർച്ചയെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായി ആണവ പദ്ധതി, സാമ്പത്തിക ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ സ്വാധീനം, സൈനിക സാന്നിധ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ തവണ സ്ഥിതി കൂടുതൽ വഷളാക്കിയത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം. ലോകത്ത് കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ വലിയൊരു വിഹിതം ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ പുതിയ ജലപാത അനുവദിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനവും കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാണ്. സംഘർഷം രൂക്ഷമായതോടെ ആദ്യം അമേരിക്ക ഇറാനിലെ ചില സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അതിന് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ 8 സൈനിക താവളങ്ങൾ മിസൈൽ ആക്രമണത്തിലൂടെ തകർന്നെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടത്. അതിന് പിന്നാലെ അമേരിക്കയും തിരിച്ചടിച്ചു. ഏതാനും ദിവസങ്ങൾക്കിടെ ഇരു രാജ്യങ്ങളും നിരവധി മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഈ പുതിയ ആക്രമണങ്ങൾക്ക് വെറും 11 ദിവസം മുമ്പ് ജൂൺ 18-ന് അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ധാരണയിൽ എത്തിയിരുന്നു എന്നതാണ്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും നയതന്ത്ര ചർച്ചകൾ തുടരാനുമായിരുന്നു ആ ധാരണ. എന്നാൽ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ തർക്കങ്ങളും പരസ്പര ആരോപണങ്ങളും ആ ധാരണയെ തകർത്തു. അതോടെ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ മറ്റു മേഖലകളിലും സംഘർഷം വർദ്ധിക്കുകയാണ്. ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള സിറിയൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായ ഷെല്ലാക്രമണം തുടരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, മുഴുവൻ പശ്ചിമേഷ്യയുടെയും സുരക്ഷയെ ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിലാണ് പുതിയ നയതന്ത്ര നീക്കങ്ങൾക്ക് തുടക്കമായത്. അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചാമേശയിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ദോഹയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷ, സൈനിക ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനായുള്ള പുതിയ ധാരണ, ഇറാന്റെ ആണവ പദ്ധതി, അമേരിക്കയുടെ ഉപരോധങ്ങൾ, മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയ വിഷയങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്യുക. ഈ ചർച്ച വിജയിച്ചാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ അവസാനിക്കാനും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകാനും പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അതോടൊപ്പം ആഗോള എണ്ണവില സ്ഥിരത കൈവരിക്കാനും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസമാകാനും ഇടയുണ്ട്. എന്നാൽ ചർച്ച പരാജയപ്പെട്ടാൽ സ്ഥിതി വീണ്ടും സങ്കീർണമാകും. മിസൈൽ ആക്രമണങ്ങളും തിരിച്ചടികളും കൂടുതൽ ശക്തമാകാനും മറ്റു രാജ്യങ്ങൾ കൂടി ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദോഹയിൽ നടക്കാനിരിക്കുന്ന ഈ കൂടിക്കാഴ്ച അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാധാരണ നയതന്ത്ര ചർച്ച മാത്രമല്ല, പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചുവരുമോ അതോ യുദ്ധം കൂടുതൽ വ്യാപിക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും നിർണായക ചർച്ചയാണ്. ലോകം ഇതിനെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.